ഇടതുപക്ഷ നേതാവ് അനുരാഗ് കുമാര ദിസനായകയിലൂടെ ശ്രീലങ്ക ചുവന്നിരിക്കുകയാണ്. ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ഇടതുപക്ഷ നേതാവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശ്രീലങ്കയെ വലിയ സാമ്പത്തിക അസ്ഥിരതയിലേക്ക് തള്ളിവിട്ട രജപക്സെ കുടുംബാധിപത്യത്തെ വലിയ ജനകീയ പ്രക്ഷോഭത്തിലൂടെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് ദിസനായകെ. അതിന് പിന്നാലെ ആ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് പിന്നാലെ നടന്ന ഒരു വോട്ടെടുപ്പിലാണ് വലിയ വിജയം നേടാൻ അനുരാഗ് കുമാര ദിസനായക്ക് കഴിഞ്ഞത് എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇനിയപ്പോൾ അങ്ങോട്ട് വലിയ പ്രതിസന്ധികളിൽ വലയുന്ന ശ്രീലങ്കയെ നയിക്കാൻ പോകുന്നത് ജനതാ വിമുക്തി പെരുമുന പാർട്ടിയുടെ നേതാവായ ദിസനായകയാണ്. ഇടത് പ്രത്യയശാസ്ത്രമാണ് ദിസനായകെ അല്ലെങ്കിൽ ദിസനായകയുടെ പാർട്ടി JVP അവകാശപ്പെടുന്നത് എങ്കിലും ബുദ്ധ സിംഹള വംശീയതയിലൂന്നിയ പ്രവർത്തനമാണ് JVPയുടേത് എന്നതും പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ശ്രീലങ്കയിലെ തമിഴ് ജനതയ്ക്ക് അക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് താനും. JVPയുടെ രൂപീകരണം മുതൽ ഇന്ത്യയുമായി വലിയ ആഭിമുഖ്യം പുലർത്തിയിട്ടില്ല എന്നതും ഇന്ത്യയുമായുള്ള നിലപാടുകൾ നയതന്ത്ര നിലപാടുകൾ ഏത് രീതിയിലായിരിക്കുമെന്നതും സംശയ മുനയിൽ തന്നെയാണ്. അപ്പോൾ ഇനി ദിസനായകയുടെ വരവ് ശ്രീലങ്കയിൽ എന്ത് മാറ്റമുണ്ടാകും എന്ന് നമുക്ക് പരിശോധിക്കാം. അജിംസ്, ദിസനായകയുടെ ഒരു ഭൂതകാലം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ശ്രീലങ്കയ്ക്ക് അത്ര ഭൂഷണമാകില്ല ദിസനായകയുടെ വരവ് എന്നാണോ പറയേണ്ടത്? ശ്രീലങ്കയെ സംബന്ധിച്ച് കഴിഞ്ഞ 2022 നടന്നിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭം ഉണ്ടല്ലോ, ആ ബഹുജന പ്രക്ഷോഭത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ദിസനായകെ. അത് നമ്മളതിനെ ഒരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ഏതോ ഒരു ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയ ഒരാളല്ലല്ലോ ദിസനായകെ. അവിടെ നടന്ന പ്രൊട്ടസ്റ്റ് സംഘടിപ്പിക്കുന്നതിൽ ഈ പറയുന്ന പാർട്ടി, അദ്ദേഹത്തിൻ്റെ പാർട്ടി JVP എന്ന പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. കാരണം ആ പ്രക്ഷോഭം പോലും ഇപ്പോൾ രജപക്സെ കുടുംബത്തിനെതിരായി നടന്ന ആ പ്രക്ഷോഭം പോലും ഓർഗനൈസ്ഡ് ആയിരുന്നു. അതല്ലാതെ ജനങ്ങൾ കൂട്ടമായിട്ട് ഇറങ്ങിയതല്ല. അത് ഓർഗനൈസ് ചെയ്യുന്നതിൽ അവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയായ അവിടെ ശ്രീലങ്കൻ മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വേറെ പാർട്ടിയുണ്ട്. ഈ ഒരു പാർട്ടിക്ക് വലിയ പങ്കുണ്ട്. അവർ താഴെത്തട്ടിൽ ജനങ്ങളെ അണിനിരത്തി നടത്തിയ ഒരു പ്രക്ഷോഭം തന്നെയാണത്. അതാണ് രജപക്സ കുടുംബത്തിന് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നത്. ആ പ്രക്ഷോഭത്തിൻ്റെ ഉപോൽപ്പന്നമാണ് ഇപ്പോൾ ദിസനായക എന്ന പ്രസിഡന്റ് എന്ന് നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പാർലമെൻറ്റിൽ വലിയ പ്രാതിനിധ്യമില്ല. അപ്പോൾ അവിടെ പ്രസിഡൻഷ്യൽ സിസ്റ്റമാണ്, പാർലമെൻ്ററി സിസ്റ്റത്തേക്കാൾ പ്രസിഡൻഷ്യൽ സിസ്റ്റം ആയതുകൊണ്ട് പ്രസിഡന്റിനാണ് അധികാരം, പ്രധാനമന്ത്രിക്കല്ല. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം അധികാരത്തിൽ ഉടൻ ചെയ്യാൻ പോകുന്നത് പാർലമെൻറ്റ് പിരിച്ചിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പാർലമെൻറ്റിലേക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്ന അദ്ദേഹത്തിന് കൂടുതൽ നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കൺസേൺ ഉണ്ടാകുന്നതിൻ്റെ കാരണം നമുക്കറിയാം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഇന്ത്യ വിരുദ്ധർ എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളും ഇപ്പോൾ ഭരിക്കുന്ന ഭരണകക്ഷിയും ഒക്കെ വിളിക്കുന്ന ആളുകൾ അധികാരത്തിൽ വരുന്നു എന്നുള്ളത് ഒരു കൺസേൺ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ബംഗ്ലാദേശിലെ ഉദാഹരണം നമുക്കറിയാം. ഇന്ത്യയുടെ മാനസപുത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ നാട്ടുകാർ പ്രക്ഷോഭത്തിലൂടെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അവർക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. അവിടെ ഒരു പുതിയ ഇടക്കാല സർക്കാർ വന്നിരിക്കുകയാണ്. ഇടക്കാല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവിടെ ഈ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം നടത്തിയ ആളുകൾ ഇന്ത്യ വിരുദ്ധരാണെന്ന ആക്ഷേപവും ഇന്ത്യയിലെ മാധ്യമങ്ങളും വലതുപക്ഷവും നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാൽഡീവ്സിൽ പുതിയ സർക്കാർ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നം നമുക്കറിയാം. ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിൻ നടത്തിയാണ് മാൽഡീവ്സിൽ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന പ്രസിഡന്റ് അധികാരത്തിൽ വന്നത്. പിന്നീട് ഇന്ത്യയും മാൽഡീവ്സും തമ്മിൽ വലിയൊരു സ്റ്റാൻഡ് ഓഫ് കുറച്ച് നാളുണ്ടായിരുന്നു, ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് ഓഫ്. അത് ഇപ്പോൾ കുറേയൊക്കെ ഒന്ന് പരിഹരിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് തൊട്ടടുത്ത അയൽ രാജ്യമായ ശ്രീലങ്കയിൽ പുതിയ സർക്കാർ വരുന്നത്. JVPയെ സംബന്ധിച്ച് JVP എന്ന് പറയുന്നത് ഒരു സാധാരണ പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അതിന് ഒരു വലിയ രക്തരൂക്ഷിതമായ ചരിത്രമുണ്ട്. രക്തരൂക്ഷിത ചരിത്രം എന്ന് പറഞ്ഞാൽ അവിടെ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. അതിൽ നിന്ന് പിരിഞ്ഞു ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ പാർട്ടി യഥാർത്ഥത്തിൽ സായുധ വിപ്ലവത്തിലൂടെ ശ്രീലങ്കൻ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി രൂപം കൊണ്ട് ആംഡ് സ്ട്രഗിൾ, പതിറ്റാണ്ടുകളുള്ള ആംഡ് സ്ട്രഗിൾ നടത്തിയതാണ്. അപ്പോൾ ഈ ആംഡ് സ്ട്രഗിൾ ദിവ്യ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു വംശീയതയുടെ അടിസ്ഥാനത്തിലേ അല്ല, അതൊരു മാർക്സിസം ലെനിനിസം അടിസ്ഥാനമാക്കി തന്നെയുള്ള ഒരു ആംഡ് സ്ട്രഗിളാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ജയവർദ്ധനയുടെയൊക്കെ കാലഘട്ടം, പ്രസിഡന്റ് ജയവർദ്ധനയുടെ കാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് മാറി അവരൊരു അമേരിക്കൻ പക്ഷപാതത്തിലേക്ക് പോയിരുന്നു. അപ്പോൾ അമേരിക്കൻ പക്ഷത്തേക്ക് നീങ്ങുന്നതിനെതിരെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആംഡ് സ്ട്രഗിൾ വരുന്നത് തന്നെ. അപ്പോൾ ഈ വയലൻസിൽ അവർ ബോംബിങ് നടത്തിയിട്ടുണ്ട്, ഭീകരപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിലിറ്ററി ബാരക്കുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വലിയ കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കലാപങ്ങളിൽ സിംഹളരും മരിച്ചിട്ടുണ്ട്, തമിഴരും മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു സിംഹള വംശീയതയുടെ പ്രശ്നമാണെന്ന് പറയാൻ കഴിയില്ല. ബട്ട് അവർ ഒരു ഘട്ടത്തിൽ ഒരു സിംഹള ദേശീയവാദത്തിൻ്റെ വക്താക്കളായി വരാനുള്ള കാരണം ഈ പറയുന്ന ഇന്ത്യയുടെ പീസ് കീപ്പിംഗ് ഫോഴ്സ് ശ്രീലങ്കയിലെത്തുകയും ഈ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഇടപെടലിനെതിരെ അവർ ഈ ശ്രീലങ്ക ഒരു കോളനിയാക്കുന്നു എന്ന പ്രചാരണം അഴിച്ചിട്ടുണ്ട്, ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സിംഹള നാഷണാലിറ്റി വരുന്നുണ്ട്, പക്ഷേ അത് സിംഹള വംശീയതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ അവർ മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യയുടെ എതിരാളിയായ ചൈനയുടെ
സ്വാഭാവിക സഖ്യശക്തിയായിട്ട് അവർ മാറും എന്ന് മാത്രമല്ല, ഇവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരു പ്രധാന വാഗ്ദാനം അദാനിക്ക് ഒരു പവർ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയിൽ ഈ 2022 പ്രക്ഷോഭത്തിന് ശേഷം. അത് പിൻവലിക്കും എന്നാണ്, ആ കരാർ പിൻവലിക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി നരേന്ദ്രമോദി പ്രത്യേകമായി സമ്മർദ്ദം ചെലുത്തി എന്ന വാർത്തയും ശ്രീലങ്ക പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഓർക്കണം. അപ്പോൾ ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ച കൺസേൺ. പക്ഷേ അവരെ അവഗണിക്കാൻ കഴിയില്ല, ദിസനായക അവഗണിക്കാൻ കഴിയില്ല. പരമാവധി നയതന്ത്ര ബന്ധത്തിലൂടെ അദ്ദേഹത്തെ നമ്മളോടൊപ്പം നിർത്തുക, ഇന്ത്യയോടൊപ്പം നിർത്തുക എന്നുള്ള ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ അർത്ഥത്തിലും ചൈന നമ്മളെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യെസ്, നിഷാദ്, ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്താൻ ശ്രമിക്കുമെന്നാണ് ദിസനായിക പറഞ്ഞത്. പക്ഷേ അത് അത്ര ആത്മാർത്ഥതയുള്ളതല്ല എന്നാണോ പറയേണ്ടി വരിക? ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ ചൈന വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അവരുടെ ലോൺ സ്ട്രാറ്റജി നയന്ത്രം എന്ന് പറയുന്ന വലിയ തോതിൽ കടം കൊടുക്കുക, കടത്തിന് അടിപ്പെടുത്തുക, പിന്നെ അവസാനം അവിടെ ആധിപത്യം ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചൈനയുടെ തന്ത്രമുണ്ട്. അതിന് ഏറ്റവും പ്രകടമായി കീഴ്പ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ശ്രീലങ്ക. ഈ ഹമ്പൻ തോട്ടയിലെ അവരുടെ വലിയ പ്രോജക്റ്റുകളൊക്കെ, വിമാനത്താവളങ്ങൾ, ഈ പ്രൊഡക്റ്റീവ് അല്ലാത്ത പദ്ധതികൾക്ക് പണം നിക്ഷേപിക്കുക ചൈനയിൽ നിന്ന് ലോൺ എടുത്തിട്ട്, അങ്ങനെ അതിൽ കുടുക്കിക്കളഞ്ഞു എന്നുള്ള വലിയ ആക്ഷേപം നേരിടുന്നുണ്ട്. ചൈനയുടെ പദ്ധതികളിലൊന്നാണിത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശ്രീലങ്ക ചൈനയ്ക്ക് കീഴ്പ്പെട്ടിട്ടുണ്ട് ഓൾറെഡി. രണ്ടാമത്തെ നമ്മളിപ്പോൾ കാണുമ്പോൾ ഒരു മാർക്സിസ്റ്റ് നേതാവോട് അധികാരത്തിൽ വരുമ്പോൾ ചൈനയുമായിട്ട് ബന്ധം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി അങ്ങോട്ടല്ല, അതിനും സാധ്യത വളരെ കൂടുതലാണ്, തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ആ നിലയ്ക്ക് ഒരു സീരിയസ് കൺസേൺ ഉണ്ട്. പക്ഷേ അതേസമയം നോക്കൂ, ശ്രീലങ്ക വളരെ വലിയ ക്രൈസിസിനെ അഭിമുഖീകരിക്കുന്ന ഒരു രാജ്യമാണ്. ആ വലിയ ക്രൈസിസിൻ്റെ ബൈ പ്രോഡക്റ്റാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ പുതിയ അധികാര രൂപം. അപ്പോൾ അതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ അഴിച്ചുപണിയില്ലാതെ, നയപരമായ അഴിച്ചുപണിയില്ലാതെ ശ്രീലങ്കയ്ക്ക് അതിജീവിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഏഷ്യയിലെ എന്തെങ്കിലും തരത്തിലുള്ള പവർ പൊളിറ്റിക്സിനകത്ത് ഞങ്ങൾ പ്രത്യേകമായി പങ്കാളിത്തം വഹിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രമായി ചേർന്നുകൊണ്ട് അവരോട് മാത്രമുള്ള വിധേയത്വം സ്വീകരിച്ചുകൊണ്ട് മറികടക്കാൻ കഴിയുന്നതല്ല ആരുടെ പ്രതിസന്ധി, ശ്രീലങ്കയുടെ പ്രതിസന്ധി. ശ്രീലങ്ക കുറച്ച് ഡീപ്പായിട്ടുള്ള പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് റീജിയണിലെ എല്ലാ രാജ്യങ്ങളുമായും മെച്ചപ്പെട്ട ബന്ധം നിലനിർത്തിക്കൊണ്ട് മാത്രമേ, സിദ്ധാന്തമൊക്കെ അവിടെ നിൽക്കുമ്പോഴും നിലനിർത്തിക്കൊണ്ട് മാത്രമേ അതിജീവിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവരിപ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലധികം അന്താരാഷ്ട്ര ലോണിൻ്റെ കാര്യത്തിലൊക്കെ അടക്കം ഭയങ്കരമായിട്ടുള്ള നെഗോഷിയേഷന് പോകാൻ പോകുന്നു. ഇന്ത്യയുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നില്ലെന്ന് പാർട്ടി പ്രതിനിധി ഓൾറെഡി ഇന്ത്യയുടെ ഈ ഗ്രീറ്റിംഗ്സിനോട് പ്രതികരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ചൈനയോട് മാത്രം വിധേയപ്പെടുക എന്നുള്ളത് എന്തുമാത്രം പോസിബിൾ ആയിരിക്കുന്ന ഒരു ക്വസ്റ്റിനോടുള്ളപ്പോൾ തന്നെ ചൈനയെ വിട്ടേച്ച് പോരുക എന്നുള്ളത് അവരെ കൊണ്ട് സാധ്യമല്ല. കാരണം അത്രയും അവർ അതിനകത്ത് ലോക്ക്ഡാണ്, നയതന്ത്രപരമായും സാമ്പത്തികമായിട്ടുള്ളൊന്നും കാണേണ്ട കാര്യമാണ്. നേരത്തെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് നേതാവിൻ്റെ ശ്രീലങ്കയിലെ താരോദയം എന്നൊക്കെ പറയുമ്പോഴും ആ പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്ന സംഗതി അവിടെ കിടക്കുന്നുണ്ട് എന്നതുകൂടി അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട പ്രഖ്യാപിത പദ്ധതികളൊന്നും ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ആരെയും ഞങ്ങൾ ഇടപെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരുപാട് ആഭ്യന്തര കാര്യം അവർക്കുണ്ട്. പ്രത്യേകിച്ച് തമിഴ് വംശജർ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യങ്ങളൊന്നാണ്. അതിനകത്ത് ഞങ്ങൾ ആരെ ഇടപെടിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് വെച്ചാൽ തമിഴരോടുള്ള ഈ പാർട്ടിയുടെ സമീപനം എന്താണ്? തമിഴ് ദേശീയത, തമിഴ് സ്വയംഭരണം പോലെയുള്ള ആശയങ്ങളോട് കടുത്ത എതിർ നിലപാട് ഇപ്പോഴും സ്വീകരിക്കുന്ന, ചരിത്രത്തിലെ പല സംഗതികളോടും ഇപ്പോഴും തുറന്ന എതിർപ്പ് ഇനിയും പ്രകടമാക്കാത്ത ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് പല ആശങ്കകൾ ഇതിനകത്തുണ്ടെന്നുള്ള നമുക്ക് വളരെ കുറഞ്ഞ സമയത്ത് പറയാനുള്ളത്. യെസ്, അതാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ, വലിയ പ്രതിസന്ധിയിൽ ഉലയുന്ന ഒരു സാഹചര്യത്തിൽ ദിസനായക സർക്കാർ എന്തായാലും കടുത്തൊരു ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. ഇതോടുകൂടി ഓട്ടോ ഫോക്കസോട് പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.